ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് താളി ഉണ്ടാക്കി കുളിച്ചാലോ. ഞാനിന്ന് എൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ വഴിയിൽ കുറച്ച് ചെമ്പരത്തിയുടെ ഇല ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കാൻ പോവാട്ടോ. പക്ഷേ ചെമ്പരത്തിയുടെ ഇല കിട്ടിയില്ല. പക്ഷേ ഈ പൂവ് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. പണ്ടൊക്കെ ഈ പൂവിൻ്റെ ഇതളെടുത്തിട്ട് നഖമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നഖത്തിലൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ച് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പൂവിനാണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ലുമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ചെമ്പരത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ കട്ട ചെമ്പരത്തി ഉള്ളത്, എനിക്ക് മറ്റേ അധികം ഇതളില്ലാത്ത ചെമ്പരത്തിയായിരുന്നു വേണ്ടത്. അതന്വേഷിച്ചാണ് ഞാൻ പോയത്. അപ്പോൾ പിന്നെ അത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഈ ചെമ്പരത്തി വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിൽ വന്നിട്ട് ഞാൻ ചെമ്പരത്തിയിലൊക്കെ പറിക്കാം കേട്ടോ. ആകെ ഒരു ചെമ്പരത്തി പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായത് മുട്ടാണ്. അത് നാളത്തേക്ക് വിരിയും. പക്ഷേ അതുവരെ കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. ഇനി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ചെമ്പരത്തി ഉള്ളപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ കേട്ടോ, താളി ഉണ്ടാക്കി കുളിക്കുക എന്നുള്ളത്. ഒരു 10th പഠിക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബിയായിരുന്നു കേട്ടോ ഈ താളി തേച്ച് കുളിക്കുക എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് നല്ല തിക്കായിട്ടുള്ളതും നല്ല സ്ട്രോങ്ങും ലോങ്ങും ആയിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ മുടി സംരക്ഷിക്കാത്ത കാരണം കൊണ്ട് അതൊക്കെ പോയി ഇപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള മുടിയാട്ടോ. അപ്പോൾ ഇനി കുറച്ചൊന്നും മുടി സംരക്ഷണം ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇലയും പൂവൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചൊരു വെള്ളം ചേർത്തിട്ട് ഞാനിത് ചെമ്പരത്തിയുടെ ഇല ഇങ്ങനെ അമ്മിയിൽ ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേറെ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉരച്ചെടുത്താൽ മതി. അതിൽ ഉരച്ചെടുത്ത് കിട്ടുമ്പോഴേക്കും അതിൻ്റെ ശരിക്കുള്ള ആ ഒരു എസൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ അമ്മിയിൽ ഇങ്ങനെ ഇല നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പത ഇങ്ങനെ വന്നേക്കണുണ്ടോ. ഇനി നമ്മളതൊന്ന് ശരിക്കും ഒന്ന് കൈവച്ച് ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ എസൻസ് മൊത്തം നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് പാടുള്ള പണിയാണെന്ന് തോന്നുമെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആട്ടോ. പിന്നെ ഇതാണെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്. ഇതൊരു നാച്ചുറൽ ഷാമ്പു ആണ്. മുടിക്ക് നല്ല കട്ടി കിട്ടാനും മുടി സ്ട്രോങ് ആവാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനും വേണ്ടി ടൈം കണ്ടെത്തണം, അല്ലാതെ വേറെ ആരും വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയും അതേപോലെ തന്നെ സ്കിന്നും നല്ല രീതിയിൽ വരും. അപ്പോൾ ഇതേപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നല്ലതുപോലെ ഇങ്ങനെ തിരുമ്മി കൊടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തത് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് കൺസിസ്റ്റൻസി വരാനായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഒരു തിക്നെസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പഴയ അരിപ്പ അല്ലെങ്കിൽ കോട്ടൺ തുണി കിട്ടുന്നതായിരിക്കും നല്ലത്. പുതിയ അരിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും. അപ്പോൾ ഒരു കോട്ടൺ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. താളി തേക്കുന്നതിന് കുറച്ച് മുന്നേ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെളിച്ചെണ്ണ തലയിൽ വെച്ചിട്ട് താളി യൂസ് ചെയ്ത് കഴുകി കളയാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ താളി തേക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ താളി ഇട്ടിട്ട് കുറച്ച് നേരം അതുകൊണ്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് താളി ഉപയോഗിച്ച് സാധാരണ ഷാമ്പു യൂസ് ചെയ്യണ പോലെ വാഷ് ചെയ്ത് കളയുന്നതാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ ഇടുന്നത് കൊണ്ട് താളി കൂടെ തേച്ച് കുറച്ച് നേരം തലയിൽ താളി വെച്ചതിന് ശേഷമാണ് കഴുകി കളയുന്നത്. താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പം തണുപ്പധികം പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ താളി അധികം നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. മുടിയുടെ എല്ലാ ഭാഗത്തും താളി തേച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ താളി തേച്ചിട്ട് ചെറിയൊരു മസാജും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ താളി തലയിൽ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ല, അപ്പോൾ നിങ്ങൾക്കും ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും റിസൾട്ട് കിട്ടും. ഇത് കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നല്ല തിക്കും അതുപോലെ തന്നെ സ്ട്രോങ് ആവുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ താളിയൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. തലയിൽ ഷാമ്പൂവിന് പകരം അത് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കി നേരിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തലയിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തും ഒക്കെ നല്ലതുപോലെ ഞാൻ ഈ താളി തേച്ച് കൊടുക്കുന്നുണ്ട്. താളി നിങ്ങൾ തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് തേച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ താളി തേക്കുമ്പോൾ തറയിൽ വീഴാനും അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിലൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പുറത്തിരുന്നിട്ടാണ് കേട്ടോ തലയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറേ നാളായി താളി അപ്ലൈ ചെയ്തിട്ട്
10th+2 വരെ ഞാൻ മുടി ഇതുപോലെ താളിയൊക്കെ തേച്ച് നല്ലതുപോലെ കൊണ്ടു നടന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തമായി, പിന്നെ ജോലിയായി, പിന്നെ മുടി ഒട്ടും ശ്രദ്ധിക്കാണ്ടായപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടു. എൻ്റെ പഴയ ആ മുടി തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിത് ചില നേരം മുടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ആ വിഷമം അങ്ങോട്ട് ഉള്ളിൽ ഒതുക്കി. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ മുടിയുടെയും അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ താളി ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയിട്ടുള്ള ഹെയർ കെയർ ടിപ്സും അതേപോലെ തന്നെ സ്കിൻ കെയർ ടിപ്സൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താളി ഉണ്ടാക്കിയ പാത്രവും അരിപ്പയും അമ്മിക്കല്ലൊക്കെ കഴുകി വെക്കാൻ പോവാം കേട്ടോ. കാരണം ഇത് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മമാരുടെ കയ്യിൽ നിന്ന് വഴക്ക് വെക്കും. കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ½ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി തല വാഷ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് നിന്നാണ് തല വാഷ് ചെയ്യുന്നത്. അപ്പോൾ ബാത്റൂമിൽ വെച്ച് വാഷ് ചെയ്യുമ്പോൾ ബാത്റൂം തെന്നാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്ത് എനിക്ക് സൗകര്യമുള്ള കാരണം കൊണ്ട് ഞാൻ പുറത്താണ് തല വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാത്റൂമിലാണ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ബാത്റൂം കഴുകിയിട്ട് ഇടുക കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് അത് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണത് പോലെ തന്നെ നല്ല രീതിയിൽ തലേന്ന് താളി നല്ലതുപോലെ കഴുകി കളയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പഴയ തോർത്തെടുത്താണ് തുടയ്ക്കുന്നത്. കാരണം എന്തെങ്കിലും താളിയുടെ ഒരു ഇത് നമ്മുടെ മുടിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തോർത്തിൽ അത് പറ്റി പിടിക്കും. അതുകൊണ്ട് ഞാനൊരു പഴയ തോർത്ത് വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുടിയൊക്കെ തുടച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് മുടിക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടും. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. ലവ് യു.